ഒരു കനത്ത മഴക്കാലത്തായിരുന്നു അർജുനനും സുഹൃത്ത് സിദ്ധാർത്ഥും പശ്ചിമഘട്ടത്തിന്റെ അതിർത്തിയിലുള്ള മരണക്കോട്ട എന്ന് നാട്ടുകാർ വിളിക്കുന്ന ഇടുക്കിയിലെ ഉൾക്കാടുകളിലേക്ക് യാത്ര തിരിച്ചത്. പ്രകൃതിഭംഗി ആസ്വദിക്കുക എന്നതിലുപരി നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു നാട്ടുരാജാവ് ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ നിർമ്മിച്ച് പിന്നീട് ശാപഗ്രസ്തമായി ഉപേക്ഷിക്കപ്പെട്ട ആ കോട്ടയിലെ നിഗൂഢതകൾ കണ്ടെത്തുകയായിരുന്നു സാഹസികനായ അർജുനന്റെ ലക്ഷ്യം. കാട്ടുമൃഗങ്ങളെയോ വന്യതയെയോ ഭയമില്ലാത്ത അവനെ തടയാൻ സിദ്ധാർത്ഥ് പരമാവധി ശ്രമിച്ചതാണ്. എന്നാൽ ശാസ്ത്രത്തിലും സ്വന്തം കരുത്തിലും മാത്രം വിശ്വസിച്ചിരുന്ന അർജുനൻ ആ മുന്നറിയിപ്പുകളെല്ലാം ചിരിച്ചുതള്ളി. കയ്യിൽ കരുതിയ ഭൂപടവും ടോർച്ചും മാത്രമായിരുന്നു അവരുടെ കൂട്ട്. മഴ കനത്തതോടെ കാടിന്റെ വന്യത ഇരട്ടിയായി. ചീവീടുകളുടെ കരച്ചിലും മരച്ചില്ലകളിൽ തട്ടിത്തെറിക്കുന്ന മഴത്തുള്ളികളുടെ ശബ്ദവും കാടിനെ ഭീതിജനകമാക്കി മാറ്റി. നേരം ഇരുട്ടി വെളുക്കും മുൻപ് കോട്ടയിലെത്തുക എന്ന ലക്ഷ്യത്തോടെ അവർ വേഗത്തിൽ നടന്നു. പെട്ടെന്ന് മുന്നിൽ നടന്നിരുന്ന അർജുനൻ നിശ്ചലനായി നിന്നു. അന്തരീക്ഷത്തിൽ പെട്ടെന്ന് കാട്ടുപൂക്കളുടെ വശ്യമായ ഒരു സുഗന്ധം പടർന്നു. തൊട്ടുപിന്നാലെ അത് ചീഞ്ഞഴുകിയ മാംസത്തിന്റെ നാറ്റമായി മാറി. ടോർച്ചിന്റെ വെളിച്ചം മുന്നോട്ടടിച്ചപ്പോൾ മരങ്ങൾക്കിടയിലൂടെ ഒരു പഴയ കൽപ്പാത തെളിഞ്ഞുവന്നു. ആ പാത അവസാനിച്ചത് കാടുകയറി മൂടിക്കിടക്കുന്ന കോട്ടയുടെ കൂറ്റൻ പ്രവേശന കവാടത്തിലായിരുന്നു. കോട്ടയുടെ മുകളിൽ കറുത്ത പുള്ളികളുള്ള രണ്ട് വലിയ മൂങ്ങകൾ അവരെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അർജുനൻ ആവേശത്തോടെ കോട്ടയ്ക്കുള്ളിലേക്ക് നടന്നു. ഉള്ളിലെ തണുത്ത കാറ്റിന് ചോരയുടെ മണമുണ്ടായിരുന്നു. കോട്ടയുടെ വലിയ ഹാളിലെത്തിയപ്പോൾ പെട്ടെന്ന് പിന്നിലെ കൽവാതിൽ വലിയൊരു ശബ്ദത്തോടെ അടഞ്ഞു. അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ വാതിലിൽ തടസ്സമായി വീണത് വലിയൊരു മരത്തടിയോ പാറയോ ആയിരുന്നില്ല, മറിച്ച് ഭാവഭേദമില്ലാത്ത ഇരുമ്പുവാതിലുകൾ തനിയെ പൂട്ടപ്പെട്ടതായിരുന്നു. ഭയം സിദ്ധാർത്ഥിന്റെ തൊണ്ട വരണ്ടതാക്കി മാറ്റി. അവൻ വാതിലിൽ ശക്തിയായി ഇടിച്ചെങ്കിലും ഒരു പ്രയോജനവുമുണ്ടായില്ല. പെട്ടെന്ന് കോട്ടയ്ക്കുള്ളിൽ ദൂരെ എവിടെയോ ഒരു സ്ത്രീയുടെ നേർത്ത ചിലമ്പൊലി ശബ്ദം കേട്ടുതുടങ്ങി. ആ ശബ്ദം അവരുടെ അടുത്തു വരികയായിരുന്നു. ടോർച്ച് വെളിച്ചം വട്ടമിട്ടടിച്ച അർജുനൻ കണ്ടത് കോട്ടയുടെ മുകളിലത്തെ നിലയിലേക്കുള്ള പടികളിൽ ചോര ഒലിക്കുന്ന കാൽപ്പാടുകൾ പതിയുന്നതാണ്. ആരോ അദൃശ്യമായി നടന്നുവരുന്നു. പെട്ടെന്ന് ടോർച്ചിന്റെ വെളിച്ചം മങ്ങാൻ തുടങ്ങി. ആ ഇരുട്ടിൽ കോട്ടയുടെ ചുമരുകളിൽ നിന്ന് നിഴലുകൾ വേർപെട്ട് പുറത്തേക്ക് വരുന്നത് അവർ ഭീതിയോടെ നോക്കി നിന്നു. ചുവന്ന കണ്ണുകളും നീണ്ട നഖങ്ങളുമുള്ള ആ രൂപങ്ങൾ അവരെ വളഞ്ഞു. അർജുനന്റെ യുക്തിയും ധൈര്യവും അപ്പാടെ ചോർന്നുപോയി. രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലാതെ അവർ കോട്ടയുടെ നടുമുറ്റത്തേക്ക് ഓട്ടി. അവിടെ ഒരു പഴയ കാളി വിഗ്രഹമുണ്ടായിരുന്നു. ആ രൂപങ്ങൾ അവരെ ആക്രമിക്കാൻ കൈകൾ ഓങ്ങിയ നിമിഷം സിദ്ധാർത്ഥ വിഗ്രഹത്തിന് മുന്നിൽ വീണ് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അർജുനനും തന്റെ തെറ്റ് മനസ്സിലാക്കി വിഗ്രഹത്തിനു മുന്നിൽ മുട്ടുകുത്തി. വിചിത്രമെന്നു പറയട്ടെ, അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതോടെ ആ രൂപങ്ങൾ പിന്നോട്ടു മാറി. വിഗ്രഹത്തിന്റെ നെറ്റിയിലെ ചന്ദന തിലകത്തിൽ നിന്ന് ഒരു ദിവ്യപ്രകാശം പുറപ്പെട്ടതുപോലെ തോന്നി. ആ വെളിച്ചത്തിൽ ഭീകരരൂപങ്ങൾ അപ്രത്യക്ഷമായി അടഞ്ഞുകിടന്ന കോട്ടവാതിൽ തനിയെ തുറക്കപ്പെട്ടു. നേരം പുലർന്നിരുന്നു. ഇനിയൊരു നിമിഷം പോലും അവിടെ നിൽക്കാതെ പ്രകൃതിയുടെ നിഗൂഢതകളെ വെല്ലുവിളിക്കില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞ് കിട്ടിയ ജീവനും കൊണ്ട് അവർ കാടിനു പുറത്തേക്ക് രക്ഷപ്പെട്ടു.